ഹായ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സാധാ സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ ആണ് എങ്കിലും നമുക്ക് തറവാകാൻ വേണ്ടി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദി ഏജ് ഓഫ് മാൻ ഈസ് 4 times of his son. 5 years ago, a man was 9 times old as his son. Son was at that time. സാധാ രീതി തന്നെ. വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് മാൻ? സാധാ രീതി ചെയ്യുന്ന കണക്ക് തന്നെയാണ്. ട്രഡീഷണൽ മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇക്വേഷൻ വെച്ചിട്ടാണ് ഇക്വേഷൻ ചെയ്യാം. കാരണം ഇക്വേഷൻ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ടൈംസ് തന്നിട്ടുണ്ട് ആ ടൈംസിനേക്ക് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി? റേഷ്യോ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പറയുന്നു പ്രസന്റ് ഏജിന്റെ കഥ പറയുമ്പോൾ ഈ മാനും സണ്ണും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് ദ ഏജ് ഓഫ് മാൻ ഈസ് 4 times of his son. മാൻ ഇസ് ഈക്വൽ ടു 4 times of son എന്നല്ലേ പറയുന്നത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിനെ റേഷ്യോ ആക്കാൾ എളുപ്പമാണ് പറഞ്ഞു തരുന്നത്. പ്രസന്റ് ഏജിലെ മാനിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള സണ്ണിന്റെ ഏജിന്റെ 4 times ആണ് എങ്കിൽ അവരെ റേഷ്യോ ആക്കി എന്ത് കിട്ടും? റേഷ്യോ മീൻസ് എ ഈസ് ടു ബി, മെൻ ഈസ് ടു സൺ. മെൻ ഈസ് ടു സൺ ആക്കാൻ മെൻ ബൈ സൺ പോലെ മെൻ ബൈ സൺ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടത്തില്ലേ? 4 മീൻസ് 4/1. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജിലെ മെന്നും സണ്ണും തമ്മിലുള്ള റേഷ്യോ മെൻ ഈസ് ടു സൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? 4:1 ആയിരിക്കും. ഡയറക്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകണം. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ മാറാനായിട്ടാണ് ഞാൻ ഇക്വേഷനെ റേഷ്യോയിലായിട്ട് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ടൈംസ് 4 times 5 times എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷൻ പോലെ സോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ ആക്കി എഴുതിയാൽ മതി, റേഷ്യോ ആക്കി എഴുതിയാൽ മതി. അപ്പം പ്രസന്റ് ഏജിലെ മെൻ ഈസ് ടു സൺ എത്ര കിട്ടി? ഏജ് 4:1 എന്ന് കിട്ടി. ഇനി നമ്മൾ വീണ്ടും പറയുന്നു 5 years ago, ഒരു 5 years before, the man was 9 times older as his son. ഒരു 5 year ago ആണെങ്കിൽ മാനും മെന്നും ആ സണ്ണും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ മാൻ വാസ് 9 times older as son. മാൻ എന്ന് പറയുന്നത് അപ്പോഴുള്ള സണ്ണിന്റെ 9 times ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ അപ്പോഴുള്ള അവരുടെ തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? മെൻ ഈസ് ടു സൺ ഈസ് ഈക്വൽ ടു 9:1 ആയിരിക്കും. അപ്പോഴുള്ള ഇതിനകത്ത് ഞാൻ m-9ഉം s-9 എന്ന് ഇടാൻ ചെയ്യുന്ന ആർക്കും ഡൗട്ട് തോന്നരുത്. കാരണം ഇവിടെ നമ്മൾ ഈ ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല. അപ്പോഴുള്ള മെന്നിന്റെ ഏജ് അപ്പോഴുള്ള സണ്ണിന്റെ ഏജ് എന്താണോ, അപ്പോഴുള്ള മെന്നിന്റെ ഏജ് എത്രയാണോ ആ മെന്നിന്റെ ഏജ് വെച്ചാൽ അപ്പോഴുള്ള സണ്ണിന്റെ ഏജിന്റെ 9 times ആണ്. അതായത് ഞാൻ മൈനസ് ഒന്നും ചെയ്യാത്തത്, അവരുടെ റേഷ്യോ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇവരെ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. 2 കാലഘട്ടങ്ങളിൽ അങ്ങനെ തന്നെ നിർത്തി അപ്പോഴുള്ള അവരുടെ കാര്യം എന്താണെന്ന് നോക്കുകയാണ്. കാരണം വെച്ചാൽ എന്താ? ദ മാൻ വാസ് 9 times older as his son at that time. എത്രയാണോ ആ മാനിന്റെ വയസ്സ് അപ്പോഴുള്ള സണ്ണിന്റെ വയസ്സിന്റെ 9 times എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മെൻ ഈസ് ടു സൺ എടുക്കുന്നേ ഉള്ളൂ. അപ്പം മെൻ ബൈ സൺ ഇസിക്കൽ 9/1 കിട്ടി. മെൻ ഈസ് ടു സൺ എന്ന് വെച്ചാൽ എത്ര കിട്ടി? 9:1 കിട്ടി. ഇപ്പൊ നമുക്ക് പ്രസന്റ് ഏജിലെ മെന്നിന്റെ സണ്ണിന്റെ റേഷ്യോ ഉണ്ട്, 5 years എഗോയിലുള്ള മെന്നിന്റെ സണ്ണിന്റെ റേഷ്യോ ഉണ്ട്. നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടില്ലേ? പ്രസന്റ് ഏജ് ഓഫ് മാൻ കണ്ടുപിടിച്ചൂടെ? നമുക്ക് വേണ്ടത് പ്രസന്റ് ഏജ് ഓഫ് മാൻ ആണ്. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് മെന്നുള്ള റേഷ്യോ നമ്മൾ ആദ്യം എഴുതണം. പ്രസന്റ് ഏജിന്റെ റേഷ്യോ ഇതല്ലേ 4:1. അത് നമ്മൾ ആദ്യം എഴുതി 4:1. താഴെ നമ്മൾ എന്ത് എഴുതി? 9:1. എത്ര വർഷത്തിന് മുമ്പായിരുന്നു? 5 വർഷത്തിന് മുമ്പ്. നമുക്ക് വേണ്ടത് പ്രസന്റ് ഏജ് ഓഫ് മെൻ ആണ്. മെൻ ഈസ് ടു സൺ അല്ലേ? നമുക്ക് പ്രസന്റ് ഏജ് ഓഫ് മെൻ ആണ് വേണ്ടത്. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രസന്റ് ഏജ് ഓഫ് മെൻ ഈസ് ഈക്വൽ ടു C - D 8 ഡിവൈഡ് ബൈ AD - BC 5 9 - 4 5 ഇൻറ്റു എക്സ് എത്രയായിരുന്നു? 5 ഇൻറ്റു മെന്നിന്റെ ഏജ് ആണ് വേണ്ടത്. മെന്നിന്റെ റേഷ്യോ എത്രയാണ്? 4. 5 ക്യാൻസൽ ആയിപ്പോയി. ആൻസർ എത്ര കിട്ടി? 32 എന്ന് കിട്ടി. അത്ര ഈസി ആയിട്ടല്ലേ നമ്മൾ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നത്? മെന്നിന്റെ എത്ര കിട്ടി? 8 × 4 32 എന്ന് കിട്ടി. അപ്പോൾ ഇതായിരിക്കും ഈ ഒരു മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള 1-2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. എന്തായിരുന്നു? വേറൊരു ക്വസ്റ്റ്യൻ നോക്കി. 6 years ago, the ratio of age of Kunal and Sagar was 6:5. 4 years hence, the ratio of their ages will be 11:10. What is Sagar's age at present? സാഗറിന്റെ പ്രസന്റേജ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെയിം ക്വസ്റ്റ്യൻ സെയിം രീതി തന്നെയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, 6 years ago എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുണാലിന്റെ സാഗറിന്റെ ഏജിന്റെ റേഷ്യോ 6:5. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിത് ഈ ഒരു ക്വസ്റ്റ്യൻ ട്രഡീഷണൽ മെത്തേഡിൽ ആദ്യം ചെയ്തു തരാം, എന്നിട്ട് ഞാൻ ആ ഇക്വേഷനിലേക്ക് ചെയ്തു തരാം. കാരണം അത് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തെറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് 6 years എഗോയിലുള്ള കഥയല്ലേ പറയുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ വിചാരിച്ചു, 6 years എഗോയിൽ കുണാലിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് കുണാൽ എത്രയായിരുന്നു? ഒരു ആദ്യം പറഞ്ഞിരിക്കുന്ന 6 years എഗോ കുണാൽ ആൻഡ് സാഗർ എന്നല്ലേ. അപ്പോൾ കുണാൽ ആദ്യം വന്നു, അതുകൊണ്ട് തന്നെ ആളുടെ റേഷ്യോ എത്രയായിരുന്നു? 6x എന്ന് എഴുതുന്നു. ഞാൻ ഈ റേഷ്യോനെ ഞാൻ എന്ത് ചെയ്തു? അവരുടെ ഏജ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിത് എഴുതി ചെയ്യാനുള്ള കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞിരിക്കുന്നത് പ്രസന്റേജിലല്ല, 6 years എഗോയിലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 6 years എഗോയിലുള്ള രീതിയിൽ വേണം ചെയ്യാൻ. 6 years എഗോയിലുള്ള, അത് 6 വർഷം മുമ്പുള്ള കുണാലിന്റെ ഏജ് ആണ് എത്ര? 6x. അതുപോലെ തന്നെ 6 years എഗോയിലുള്ള സാഗറിന്റെ ഏജ് ആണ് എന്ത്? 5x. അപ്പോൾ ഓർത്തിരിക്കുക, 6x എന്ന് വെച്ചാൽ 6 years എഗോയിലുള്ള കുണാലിന്റെ ഏജ് ആണ്, 5x എന്ന് വെച്ചാൽ 6 years എഗോയിലുള്ള സാഗറിന്റെ ഏജ് ആണ്. ഇനി നമ്മൾ വീണ്ടും നോക്കുന്നു 4 year hence. ഇത് 6 years എഗോയിലുള്ള കഥയല്ലേ? അപ്പം ഒരു 6 വർഷത്തിന് മുമ്പായിരുന്നു നിന്നിരുന്നത്. പ്രസന്റ് ഏജിനേക്കാൾ ഒരു 6 വർഷം മുമ്പായിരുന്നു അവർ നിന്നിരുന്നത്. ഇനി പറയുന്നു 4 year hence. ഇതിന് ശേഷം ഒരു 4 വർഷം കൂടി കഴിഞ്ഞാൽ, ആഫ്റ്റർ എന്നല്ലേ പറയുന്നത്. നോക്കിയേ, ഇപ്പോഴവരുടെ ഏജ്, ഈ 6 years എഗോയിലുള്ളവരുടെ ഏജ് അല്ലെ 6x 5x. ഞാൻ ഈ എക്സിന് 10 കൊടുത്തെന്ന് വിചാരിക്കും. 10 ഒന്നും അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു 60 ആണ് ഈ കുണാലിന്റെ ഏജ് എന്നിരിക്കട്ടെ. അത് വന്ന് നോക്കിയേ, 6 വർഷത്തിന് മുമ്പ്, ഇതല്ലേ പ്രസന്റ് ഏജ്, 6 വർഷത്തിന് മുമ്പ് കുണാലിന് 60 ആയിരുന്നു ഈ ഏജ്. എങ്കിൽ പ്രസന്റ് ഏജിൽ അയാൾക്ക് എത്രയായിരിക്കും? 60 + 6 66 ആയിരിക്കും. കാരണം ഇത് 6 വർഷത്തിന് മുമ്പുള്ള കഥയായിരുന്നു, 60 വയസ്സ്. പ്രസന്റ് ആയപ്പോൾ അയാൾക്ക് എത്രയായി? 66 ആയി. പക്ഷെ പ്രസന്റ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ പറയുന്നില്ല. ഇനി പറയുന്നത് 4 years ആഫ്റ്റർ എന്നാണ് പറയുന്നത് അല്ലേ? 4 years hence എന്നല്ലേ പറയുന്നത്. 4 years ആഫ്റ്റർ എന്ന് പറയുമ്പോൾ അയാളുടെ ഏജ് എത്രയാവും? 70 ആകും. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അതായത് ആദ്യം ഒരു 6 year എഗോ പറയുന്നു, പിന്നെ ഒരു 4 year hence പറയുന്നു. അപ്പൊ എങ്ങനെയായിരിക്കണം ആ ഏജിന്റെ ടൈം ഡിഫറൻസ് നോക്കേണ്ടത്? ഒരു 6 വർഷത്തിന് മുമ്പ് 4 വർഷത്തിന് ശേഷം, ആ 2 കാലഘട്ടങ്ങളിൽ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 10 വർഷമായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം നോക്കിയേക്കാം. 6 വർഷത്തിന് മുമ്പിൽ നിന്നും ഒരു 4 വർഷത്തിന് ശേഷത്തിലേക്ക് ആളുടെ ഏജ് കൂടണമെങ്കിൽ എൻ്റെ ഏജ് ഒരു 6 വർഷത്തിന് മുമ്പ് ഒരു 20 ആയിരുന്നെങ്കിൽ ഒരു 4 വർഷം കൂടി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 6 വർഷത്തിന് മുമ്പ് 20 ആയിരുന്നു, അപ്പൊ ഇപ്പൊ ഇത്രയായി? 26 ആയി. ഇനി ഒരു 4 വർഷം കഴിഞ്ഞാൽ എൻ്റെ ഏജ് എത്രയാവും? 30 ആവും. അപ്പൊ 6 വർഷത്തിന് മുമ്പുള്ള ഏജിൽ നിന്നും 4 വർഷത്തിന് ശേഷമുള്ള ഏജിലേക്ക് കൂട്ടണമെങ്കിൽ 20-ൽ നിന്നും 10 കൂട്ടിയെങ്കിലല്ലേ 30 ആവുള്ളൂ. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഏജസിന്റെ ക്വസ്റ്റനിൽ 2 കാലഘട്ടങ്ങൾ, പ്രസന്റേജ് അല്ലാത്ത 2 കാലഘട്ടങ്ങളാണ് തരുന്നതെങ്കിൽ അത് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ സോൾവ് ചെയ്യാൻ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ആ ഏജിന്റെ ഡിഫറൻസ് എത്ര കിട്ടും? ഒരു 10 year കിട്ടും. അതായത് ആഫ്റ്റർ 4 years എന്ന് പറയുമ്പോൾ അവരുടെ ഏജ് എത്ര വീതം കൂടും? 6x-നേക്കാൾ ഒരു 10 കൂടും. രണ്ടാമത്തെ ആളുടെ 5x-നേക്കാൾ ഒരു 10 കൂടും. കാരണം എന്തായിരുന്നു? 6 വർഷത്തിന് മുമ്പിൽ നിന്നും 4 വർഷത്തിന് ശേഷത്തിലേക്ക് പോയി. അപ്പോൾ അവരുടെ ഡിഫറൻസ് എത്രയായി? ഒരു 6 + 4 10 years അധികം വന്നു. അങ്ങനെയാണ് അവരുടെ റേഷ്യോ എന്തായത്? 11:10 ആയത്. അങ്ങനെ ആയപ്പോൾ അവരുടെ ഏജിന്റെ റേഷ്യോ എന്തായി? 11:10 ആയെങ്കിൽ അവരുടെ ഏജ്, സാധാ ട്രഡീഷണൽ മെത്തേഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എത്ര കിട്ടും നോക്കാം. എത്ര കിട്ടി? 6x × 10 60x + 100 = 55x + 11 × 10 110. സോൾവ് ചെയ്യാം. 5x = 10, x = 2. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ എടുത്ത് ആരുടെയാണ് വേണ്ടുന്നത്? വാട്ട് ഈസ് സാഗർസ് ഏജ് അറ്റ് പ്രസന്റ്? സാഗറിന്റെ പ്രസന്റ് ഏജാണ് വേണ്ടത്. നമ്മൾ നോക്കുന്നു സാഗറിന്റെ 6 വർഷത്തിന് മുമ്പുള്ള ഏജിന്റെ റേഷ്യോ എത്രയായിരുന്നു? 5x ആയിരുന്നു. 6 years എഗോ അത് 5x ആയിരുന്നു. എങ്കിൽ 6 years എഗോയിലുള്ള സാഗറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 × 2 10 years ആയിരിക്കും. കാരണം നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയ? 2 എന്നല്ലേ കിട്ടിയേ. അപ്പൊ 5 × 2 10 എന്ന് കിട്ടി. എങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് സാഗർ എത്രയായിരിക്കും? 6 years എഗോ ആണ് 10. എങ്കിൽ പ്രസന്റ് എത്രയായിരിക്കും? 6 വർഷത്തിന് മുമ്പ് അയാൾക്ക് 10 വയസ്സായിരുന്നു. എങ്കിൽ ഇപ്പൊ എത്രയായിരിക്കും? 10 + 6 16 years കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 16 years. ഈ ഒരു ക്വസ്റ്റിന് ആൻസർ നോക്കുക. നമുക്ക് ഒരു 6 വർഷത്തിന് മുമ്പുള്ള കഥ പറയുന്നുണ്ട്, 4 വർഷത്തിന് ശേഷമുള്ള കഥ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആൻസർ വേണ്ട എത്രയായിരുന്നു? പ്രസന്റ് ഏജിലുള്ള കഥയാണ്. അപ്പൊ 6 വർഷത്തിന് മുമ്പുള്ളതും 4 വർഷത്തിന് ശേഷമുള്ളതും കഥ വെച്ചിട്ട് നമ്മൾ എന്തിലേക്ക് എത്തിക്കണം? പ്രസന്റ് ഏജിലെ കഥകളിലേക്ക് എത്തിക്കണം. പ്രസന്റ് ഏജ് ഓഫ് സാഗർ എത്ര കിട്ടും? 16 years കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ. പക്ഷേ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇക്വേഷനിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇക്വേഷനിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നോക്കിയേ, 2 കാലഘട്ടമുണ്ട്. ഒന്നെന്തായിരുന്നു? 6 years എഗോ ആരൊക്കെയായിരുന്നു? കുണാലും സാഗറും തമ്മിലുള്ള റേഷ്യോ 6:5 ആയിരുന്നു. ഇനി പറയുന്നു 4 years hence the ratio of their ages will be 11:10. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ഡിഫറൻസ് എത്ര എടുക്കണം? ഒരു 6 years hence, ഒരു 6 വർഷത്തിനും അല്ല 6 years എഗോ 6 വർഷത്തിന് മുമ്പും ഒരു 4 years hence
4 വർഷത്തിന് ശേഷമല്ല ഇതിന് ഡിഫറൻസ് വരുന്നത്. ഒരു 6 വർഷത്തിന് മുമ്പുള്ള കാലം മുതൽ ഒരു 4 വർഷത്തിന് ശേഷമുള്ള കാലം വരെയുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര എടുക്കണം? ഒരു 10 years എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് സാഗറിന്റെ പെർസെൻറ്റേജ് ആണ്. പക്ഷേ ഇവിടെ സാഗറിന്റെ പെർസെൻറ്റേജിന്റെ റേഷ്യോ കാലഘട്ടം അല്ല പറയുന്നത്, 6 years എഗോയിലുള്ള കാലഘട്ടം പറയുന്നത്. നമുക്ക് അത് മതി, അതിൽ നിന്ന് വീണ്ടും കണ്ടുപിടിച്ചാൽ മതി. എങ്കിൽ 6 year എഗോയിലുള്ള സാഗറിന്റെ ഏജ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. കാരണം 6 years എഗോയിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുള്ളത്. 6 year എഗോയിലുള്ള സാഗറിന്റെ ഏജ് എത്ര കിട്ടും? 6 year എഗോയിലുള്ള സാഗറിന്റെ ഏജ് C - D 1 / AD - BC 60 55 5 × X 10 ഇൻറ്റു സാഗറിന്റെ റേഷ്യോ എത്രയാ? 5 അല്ലേ? 5 ക്യാൻസൽ ആയിപ്പോയി. ആൻസർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അപ്പം 6 year എഗോയിലുള്ള സാഗറിന്റെ ഏജ് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. എങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സാഗർ, പെർസെൻറ്റേജ് സാഗർ എത്ര കിട്ടും? 6 വർഷത്തിന് മുമ്പ് സാഗറിന് 10 വയസ്സായിരുന്നു എങ്കിൽ ഇപ്പോൾ സാഗറിന് എത്ര വയസ്സായിരിക്കും? 10 + 6 16 എന്ന് കിട്ടും. സാഗറിന്റെ പെർസെൻറ്റേജ് എത്ര കിട്ടും? 16 years കിട്ടും. ഇത് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്താലും മതി, അതല്ല ഇക്വേഷൻ വെച്ച് ചെയ്താലും മതി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 2 കാലഘട്ടങ്ങൾ, ഒന്നൊരു 6 വർഷത്തിന് മുമ്പും ഒന്നൊരു 4 വർഷത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് എടുക്കേണ്ടത് അവരുടെ സമ്മായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു കാലഘട്ടം വരെയുള്ള ടോട്ടൽ സമ്മായിരിക്കും നമ്മൾ എഴുതേണ്ടത്. 6 വർഷത്തിന് മുമ്പ് മുതൽ 4 വർഷത്തിന് ശേഷം വരെ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എത്ര വരുന്നു നോക്കാം. 6 വർഷത്തിന് മുമ്പിൽ നിന്നും 4 വർഷത്തിന് ശേഷം വരെ പോകാൻ എത്ര ഡിഫറൻസ് വേണം? എത്ര വയസ്സ് കൂട്ടണം? ഈ ഒരു ഏജിൽ നിന്ന് ഈ ഒരു ഏജ് എത്താൻ ഒരു 10 വയസ്സ് കൂട്ടിയെങ്കിലേ എത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റി വരരുത്. അപ്പോൾ ഓർത്തിച്ചേക്ക്. വേഗം നോക്കാം എന്തായിരുന്നു ക്വസ്റ്റ്യൻ. 1 year ago the ratio of Sumesh and Sudesh age was 2:3 respectively. After 5 years from now this ratio become 4:5. How old Sudesh now? അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്ത അതേ വീഡിയോയുടെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ മെത്തേഡിൽ പോയി സമയം കളയുന്നില്ല, ഇക്വേഷൻ മെത്തേഡിൽ വേഗം ചെയ്യാം. ഇക്വേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് നേരത്തെ പറഞ്ഞ ഏജിന് ഡിഫറൻസ് വരുമ്പോൾ നിങ്ങൾ തറവാകാൻ വേണ്ടി നോക്കാം. അതായത് ഇവിടെ ആദ്യം പറയുന്നത് 1 year ago. 1 year എഗോയിലുള്ള കാലഘട്ടമാണ് ഈ സുമേഷിന്റെയും സുധീഷിന്റെയും പറയുന്നത്. ആദ്യം സുമേഷിന്റെയും സുധീഷിന്റെയും 1 year എഗോയിലുള്ള റേഷ്യോ എത്രയായിരുന്നു? 2:3 ആയിരുന്നു. ശ്രദ്ധിക്കുക, 1 വർഷം മുമ്പുള്ള കഥ. ഇനി വീണ്ടും പറയുന്നു ആഫ്റ്റർ 5 years ഫ്രം നൗ. പ്രസന്റ് ഏജ് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞാൽ. അപ്പോൾ പ്രസന്റ് ഏജിൽ നിന്നും 1 വർഷം മുമ്പ് പറയുന്നു, പ്രസന്റ് ഏജിൽ നിന്നും 5 വർഷത്തിന് ശേഷം പറയുന്നു. സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുള്ള കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? ഇത് അപ്പോൾ റേഷ്യോ എത്രയാണ്? 4:5 എന്നല്ലേ പറയുന്നത്. നോക്കിയേ, 1 വർഷത്തിന് മുമ്പ്, അത് കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞാൽ പ്രസന്റേജ് ആയി. വീണ്ടും അത് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്തായി? 4:5 ആയി. ഇങ്ങനെയല്ലേ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. 1 വർഷത്തിന് മുമ്പുള്ള ഏജിൽ നിന്നും 1 വർഷം കൂടി കഴിഞ്ഞാൽ എന്തായി? പ്രസന്റേജ് കിട്ടി. ആ പ്രസന്റേജിൽ നിന്ന് വീണ്ടും ഒരു 5 വർഷം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 4:5 എന്ന് പറഞ്ഞ റേഷ്യോയിലേക്ക് എത്തും. അപ്പോൾ മൊത്തം എത്ര വർഷം കൂട്ടണം? അവരുടെ ഏജ് എത്ര ഏജ് കൂട്ടണം? 5 + 1 6 years കൂട്ടണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, എന്താണ് അവിടെ നടക്കുന്നത്. അത് 1 വർഷത്തിന് മുമ്പ് 5 വർഷത്തിന് ശേഷം എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും നമ്മൾ ഈ എക്സ് അതിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. എങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? പ്രസന്റ് വാല്യൂ ഓഫ് സുധീഷ് അല്ലേ. പക്ഷേ ഇതിനകത്ത് പ്രസന്റ് കാലഘട്ടം ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 1 year എഗോയിലുള്ള സുധീഷിന്റെ ഏജ് കണ്ടുപിടിക്കാം. 1 year എഗോ, നമ്മൾ തെറ്റിപ്പോരുത്. ഇത് കിട്ടുമ്പോൾ സുധീഷിന്റെ പെർസെന്റേജ് ആവില്ല, കാരണം കാലഘട്ടം 1 year എഗോയിലുള്ള റേഷ്യോ ആണ്. അതുകൊണ്ട് 1 year എഗോയിലുള്ള സുധീഷിന്റെ ഏജേ കിട്ടുള്ളൂ. 1 year എഗോയിലുള്ള സുധീഷിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? C - D 1 AD - BC 10 12 2 കിട്ടി, ഇൻറ്റു എക്സ് 6 കിട്ടി, ഇൻറ്റു സുധീഷ് 3 എത്ര കിട്ടും? 6/2 3 3 × 3 9 കിട്ടും. 1 year എഗോ സുധീഷിന്റെ ഏജ് എത്ര കിട്ടി? 9 കിട്ടി. എങ്ങനെയായിരുന്നു? C - D 4 - 5 1 കിട്ടി, AD - BC 10 - 12 2 കിട്ടി, ഇൻറ്റു എക്സ് 6 കിട്ടി, ഇൻറ്റു സുധീഷിന്റെയാണ് വേണ്ടത് എന്നുള്ളതുകൊണ്ട് നമ്മൾ സുധീഷിന്റെ റേഷ്യോ എടുക്കുന്നു. സുധീഷിന്റെ റേഷ്യോ എത്രയാണ്? 3 × 3 ചെയ്യുന്നു. 2ഉം 6ഉം കട്ട് ചെയ്തപ്പോൾ 3 കിട്ടി, 3 × 3 9 കിട്ടി. അപ്പോൾ 1 year എഗോയിലുള്ള സുധീഷിന്റെ ഏജ് എത്ര കിട്ടി? 9 years ആയിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് പ്രസന്റ് ഏജ് ഓഫ് സുധീഷ് ആണ്. ഹൗ ഓൾഡ് സുധീഷ് നൗ എന്നല്ലേ? പ്രസന്റ് ഏജ് ഓഫ് സുധീഷ്. പ്രസന്റ് ഏജ് ഓഫ് സുധീഷ് എത്ര കിട്ടും? പ്രസന്റ് ഏജ് ഓഫ് സുധീഷ് കണ്ടുപിടിക്കാൻ 1 year എഗോയിലുള്ള ഏജിൽ നിന്നും 1 കൂട്ടിയാൽ പോരെ. 1 year എഗോയിലുള്ള ഏജിൽ നിന്നും 1 വയസ്സ് കൂട്ടിയാൽ നമുക്ക് എത്ര ഏജ് കിട്ടും? 10 years കിട്ടും. സുധീഷിന്റെ ഏജ് എത്ര കിട്ടും? 10 years കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എന്തറിയാമെങ്കിൽ, ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്, റേഷ്യോ പഠിച്ചപ്പോഴേ പറഞ്ഞിരുന്നത് അതാണ്. റേഷ്യോന്റെ ഈ ഒരു ഇക്വേഷൻ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ള എവിടെയാണ്? ഏജസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ഇതുപോലെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? The age of father 10 years ago was thrice the age of his son. 10 years hence, father's age will be twice that of son. The ratio of their present age is. നമുക്ക് അവരുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നോക്കി? The age of father 10 years ago was thrice the age of his son.
എന്ന് നോക്കിയേ. ഏജ് ഓഫ് ഫാദർ 10 years ago. നമ്മൾ നോക്കുന്നു ഒരു 10 year എഗോയിലുള്ള ഫാദറിന്റെയും സണ്ണിന്റെയും റേഷ്യോ. 10 years ago ഫാദേഴ്സ് ഏജ് ഈസ് ത്രൈസ് ദി ഏജ് ഓഫ് സൺ. സണ്ണിന് എത്ര ഏജ് ഉണ്ടോ അതിന്റെ 3 times ആയിരിക്കും അപ്പോഴുള്ള ഫാദറിന്റെ ഏജ്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലായിട്ട് അങ്ങ് പോവാണ്. നിങ്ങൾ ഇതേണം കണ്ട് കൺവേർട്ട് ചെയ്യണം. ത്രൈസ് ദി ഏജ് ഓഫ് സൺ എന്ന് വെച്ചാൽ സണ്ണിന് 1 ആണെങ്കിൽ അതിന്റെ 3 times ആയിരിക്കും ഫാദറിന്റെ ഏജ്. അപ്പൊ അത് കിട്ടി. ഇനി പറയുന്നു 10 years hence. ആഫ്റ്റർ 10 years. ശ്രദ്ധിക്കുക, ഒന്ന് 10 year ago ആയിരുന്നു, അടുത്തത് 10 year hence ആണ്. അപ്പോൾ ഒന്ന് 10 year agoയും ഒന്ന് 10 year hence ആണെങ്കിൽ അപ്പോഴുള്ള റേഷ്യോ വ്യത്യാസം ഫാദേഴ്സ് ഏജ് വിൽ ബി ട്വൈസ് ദാറ്റ് ഓഫ് സൺ. ഫാദറിന്റെ ഏജ് അപ്പോൾ എന്താകും? സണ്ണിന്റെ ഏജിന്റെ 2 times ആയിരിക്കും. സണ്ണിന്റെ ഏജ് 1 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും ഫാദറിന്റെ ഏജ്. ഈ ഒരു ഇക്വേഷന് നിങ്ങൾ റേഷ്യോ ആക്കാൻ ഇങ്ങനെ ശീലിച്ചേക്കണം. ട്വൈസ് ദി ഏജ് ഓഫ് സൺ എന്ന് വെച്ചാൽ സണ്ണിന്റെ ഏജ് നമ്മൾ 1 ആയിട്ട് വിചാരിച്ചാൽ അതിന്റെ ഡബിൾ. 2:4 എഴുതിയാലോ 3:6 എഴുതിയാലോ ഒന്നും കുഴപ്പമില്ല. നമ്മൾ എന്ത് എഴുതിയാലും സണ്ണിന്റെ ഡബിൾ ആയിരിക്കണം എന്ത്? ഫാദർ. അത് ഓർത്തിരുന്നാൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 കാലഘട്ടങ്ങൾ തമ്മിൽ, അതായത് ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഫാദറിന്റെയും സണ്ണിന്റെ ഏജിൽ നിന്നും എത്ര കൂട്ടിയാലായിരിക്കും ഒരു 10 വർഷത്തിന് ശേഷമുള്ള ഫാദറിന്റെ സണ്ണിന്റെ ഏജ് കിട്ടുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായിരിക്കും അതിൽ കിട്ടാനുള്ള, എന്തായിരിക്കും അവിടുത്തെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഏജിൽ നിന്നും 10 വർഷത്തിന് ശേഷമുള്ള ഏജിലേക്ക് കൊണ്ടുവരണം. സ്വാഭാവികമായിട്ട് എത്ര വയസ്സ് കൂട്ടണമായിരിക്കും? ഒരു 20 വയസ്സ് കൂട്ടണമായിരിക്കും. പ്രസന്റ് ഏജിനേക്കാൾ 10 വർഷം മുകളിലേക്ക് പോയി 10 വർഷം താഴേക്ക് വന്നു. സ്വാഭാവികമായിട്ടും അതിന് രണ്ടിനെയും സം കൂട്ടിയാൽ അല്ലെങ്കിൽ ഡിഫറൻസ് നോക്കിയാൽ എത്ര കിട്ടും? 20 years കിട്ടും. അതായിരിക്കും എന്ത് ഇവിടുത്തെ എക്സ് വാല്യൂ. നമുക്ക് എന്താ വേണ്ടത്? ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ദെയർ പ്രസന്റ് ഏജാണ് വേണ്ടത്. ഇവരുടെ ഏജിന്റെ പ്രസന്റ് റേഷ്യോ ആണ് വേണ്ടത്. പ്രസന്റ് ഏജിന്റെ റേഷ്യോ വേണ്ടത്. നമുക്ക് ആദ്യം അവരുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാം. പ്രസന്റ് ഏജ് ഓഫ്, പ്രസന്റ് ഏജ് അല്ല, 10 years agoയിലുള്ള, 10 years agoയിലുള്ളതല്ലേ അവരെ കിടക്കുന്നത്. നമുക്ക് 10 years agoയിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാം. 10 years agoയിലുള്ള ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? ഫാദറിന്റെ അല്ലേ ഈ റേഷ്യോ. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് എയിന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിച്ചാൽ 10 year agoയിലുള്ള ഫാദറിന്റെയും സണ്ണിന്റെയും ഏജ് കിട്ടും. എങ്കിൽ നോക്കാം എത്ര കിട്ടും? 10 year agoയിലുള്ള ഫാദറിന്റെ ഏജ് C minus D ഡിവൈഡ് ബൈ AD minus BC ഇൻറ്റു എക്സ് ഇൻറ്റു എ. എത്ര കിട്ടി? 20 × 3 60 നീട്ടി ഫാദറിന്റെ 10 year agoയിലുള്ള ഏജ്. ഇനി പറയുന്നു 10 year agoയിലുള്ള സണ്ണിന്റെ ഏജ്. സെയിം ഇക്വേഷൻ തന്നെ എന്തുമാത്രം വ്യത്യാസപ്പെടുന്നു? എക്ക് പകരം ബി എഴുതുന്നു. എത്ര കിട്ടി? 20 എന്ന് കിട്ടി. അപ്പൊ 10 year agoയിലുള്ള ഫാദറിന്റെയും സണ്ണിന്റെ ഏജ് കിട്ടി 60 × 20. എങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് ഫാദറും സണ്ണും എത്രയായിരിക്കും? പ്രസന്റ് ഏജ് ഓഫ് ഫാദർ എന്ന് പറഞ്ഞാൽ 10 year agoയിലുള്ള ഫാദറിന്റെ ഏജിൽ നിന്നും ഒരു 10 വയസ്സോട് കൂട്ടിയാൽ പോരെ? 60 + 10. പ്രസന്റ് ഏജ് സൺ ഫാദർ എത്ര കിട്ടി? 70 കിട്ടി. ഇനി പ്രസന്റ് ഏജ് ഓഫ് സൺ എത്ര കിട്ടും? 20ന്റെ കൂടെ 1 വയസ്സോടെ 10 വയസ്സോടെ കൂട്ടിയാൽ പോരെ? 30 എന്ന് കിട്ടി. ശ്രദ്ധിച്ചാൽ മനസ്സിലായ എന്താ സംഭവം എന്ന് വെച്ചാൽ 10 വർഷത്തിന് മുമ്പുള്ള ഫാദറിന്റെ ഏജും 10 വർഷത്തിന് മുമ്പുള്ള സണ്ണിന്റെ ഏജും കിട്ടി. നമ്മൾ ഇതേ റേഷ്യോനെ തിരിച്ചെഴുതിയാൽ കുഴപ്പമില്ല. നമുക്ക് 10 വർഷത്തിന് ശേഷമുള്ള വാല്യൂ കിട്ടും. 10 വർഷത്തിന് ശേഷമുള്ള ഫാദർ കിട്ടും, 10 വർഷത്തിന് ശേഷമുള്ള സണ്ണ് കിട്ടും. അതിൽ നിന്ന് 10 വയസ്സ് കുറച്ചാൽ മതി ആൻസർ കിട്ടാൻ. ഏത് ചെയ്താൽ ആൻസറാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് 10 വർഷത്തിന് മുമ്പുള്ളതാണ് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു 10 വയസ്സും കൂടെ കൂട്ടിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് ഏജ് ഫാദറും പ്രസന്റ് ഏജ് സണ്ണും കിട്ടും. നമുക്ക് എത്ര കിട്ടി? 17 30 കിട്ടി. പക്ഷെ 17 30 അല്ലേ ചോദിച്ചേക്കുന്നത്? നമുക്ക് അവരുടെ റേഷ്യോ ഓഫ് ദെയർ പ്രസന്റ് ഏജാണ് വേണ്ടുന്നത്. എങ്കിൽ റേഷ്യോ ഓഫ് പ്രസന്റ് ഏജ് ഫാദർ ആൻഡ് സൺ എത്ര കിട്ടും? 70:30. നമുക്ക് എത്ര കിട്ടും? 7:3. നമ്മുടെ ആൻസർ ഓപ്ഷൻ എത്രയായിരിക്കും? 7:3 ആയിരിക്കും ആൻസർ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. നമുക്കൊരു 10 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടം, 10 വർഷത്തിന് ശേഷമുള്ള കാലഘട്ടം, എന്നിട്ട് അവരുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ സോൾവ് ചെയ്യുക. എന്നിട്ട് പ്രസന്റ് ഏജിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൂട്ടി എത്രയാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് പ്രസന്റ് ഏജിലേക്ക് എത്തിക്കുക. എന്നിട്ട് അതിന്റെ റേഷ്യോ എടുത്താൽ നമുക്ക് കറക്റ്റ് ആൻസറിന്റെ റേഷ്യോ കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം കാണാം. ശരിയെങ്കിൽ ബൈ.